നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം വൈരുദ്ധ്യങ്ങളെ ചേർത്ത് പിടിച്ചാൽ സത്യം നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. വൈരുദ്ധ്യങ്ങളെ ചേർത്ത് പിടിച്ചാൽ സത്യം നമുക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ എന്താണ് വൈരുദ്ധ്യങ്ങൾ? ഏതൊക്കെ തരത്തിലാണ് ആ വൈരുദ്ധ്യത്തിൻ്റെ ഒരു സ്വഭാവ രൂപീകരണം? നമുക്ക് പലപ്പോഴും നമ്മൾ കാണുന്നതെല്ലാം ഒരുപക്ഷെ അവിടെ നമ്മൾ തരം തിരിച്ചെടുക്കാറുണ്ട്. ഒരുപക്ഷെ നല്ലതാവാം, ചീത്തയാവാം. നല്ലത് മാത്രമേ നമ്മൾ സ്വീകരിക്കൂ. നമുക്ക് ഇഷ്ടപ്പെടാത്ത നമ്മൾ സ്വീകരിക്കുന്നില്ല. അത് നമ്മുടെ ഒരു സ്വഭാവം തന്നെയാകാം. സ്വാഭാവികമായി നമുക്കെല്ലാവർക്കുമുള്ള ഒരു സ്വഭാവം കൂടെ ആണെങ്കിൽ പോലും നമ്മളിവിടെ വൈരുദ്ധ്യങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് ആ സത്യം പ്രകടമാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് മുന്നിൽ വെളിപ്പെടുകയാണ്. അതിൻ്റേതായ ഒരു സത്യാവസ്ഥ, ആ ഒരു ശരിയായ അവസ്ഥ നമുക്ക് മുൻപിൽ കാണാൻ കഴിയുകയാണ് എന്നുള്ളതാണ്. അതിശക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. അത് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം. എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു പക്ഷേ നമ്മുടെ സ്വഭാവത്തിന് അനുരൂപമായി, ആ പ്രകൃതിക്ക് അനുരൂപമായി ഓരോ വിഷയങ്ങളെയും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു ധാരണ അവിടെ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കുന്നുവോ അപ്പോൾ നമുക്ക് സത്യം നമ്മുടെ കൺമുൻപിൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. ഈ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയെ നമ്മൾ ഇഷ്ടപ്പെടുക, അവിടെ നമ്മൾ നല്ലതെന്നോ ചീത്തയെന്നോ എന്നുള്ള ഒരു തരം തിരിവില്ലാതെ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മളിൽ ഉണ്ടാകണം. അത് ആന്തരികമായും ബാഹ്യമായും മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ താല്പര്യവും നമ്മുടെ പ്രചോദനവും നമ്മുടെ പ്രോത്സാഹനവും നമ്മുടെ ഇഷ്ടവും എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു തൃപ്തികരമായ ഒരു രീതിയിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് എങ്കിൽ അവിടെ വളരെ ശക്തമായ ഒരു തീരുമാനം തന്നെ നമുക്ക് ലഭിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഇവിടെ ശക്തമായി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത് ആ വൈരുദ്ധ്യങ്ങളെ തന്നെയാണ്. നമ്മൾ സർവ്വ വിഷയങ്ങളെയും ഒരുപോലെ കാണാനുള്ള ഒരു തീർച്ച ഈ പ്രകൃതിയിൽ നിന്നാണ്. സർവ്വതും നല്ലതായാലും ശരി, ചീത്തയായാലും ശരി, നമ്മൾ നല്ലത് എന്ന് സങ്കല്പിക്കുന്നതും ചീത്ത എന്ന് സങ്കല്പിക്കുന്നതും സർവ്വതും ഈ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് സർവ്വതിനെയും നമ്മൾ ഒരു തരം തിരിവ് കാണാതെ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായും നമുക്ക് എല്ലാ വിഷയങ്ങളെയും വളരെ അടുത്ത് കാണാനും അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. വൈരുദ്ധ്യങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കുക, അപ്പോൾ നമുക്ക് സത്യം ലഭ്യമാകും. നമ്മളോട് സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.